Hi dears, welcome back to Mayflower. Today we are discussing the chapter Meditations on First Philosophy, Preface to the Reader by René Descartes. René Descartes was the renowned French philosopher, scientist and mathematician who is known as the father of modern philosophy. ആധുനിക തത്വചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഫിലോസഫറാണ് റെനെ ദെക്കാർത്തെ. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദിസ് ചാപ്റ്റർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പേപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ്. ഇറ്റ് ഈസ് ദി AEC പേപ്പർ ഫോർ സയൻസ് സ്റ്റുഡൻസ്. സയൻസ് സ്റ്റുഡൻസിന്റെ AEC പേപ്പറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ് സെക്കൻഡ് സെമ്മിന്റെ പേപ്പറാണ്. ഈ പേപ്പറിൽ ഉൾപ്പെട്ട ചാപ്റ്ററാണിത്. And his major works include Discourse on the Method, Meditations on First Philosophy and Principles of Philosophy. നമ്മൾ പറഞ്ഞു ആധുനിക തത്വചിന്തയുടെ പിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ്, അതേപോലെ തന്നെ മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി, അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിലോസഫി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികൾ. ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ഹു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ algebra and geometry by developing Cartesian coordinate system. Cartesian coordinate system ഉപയോഗിച്ച് ആൽജിബ്രയും അതേപോലെ തന്നെ ജോമെട്രിയും ബന്ധിപ്പിക്കുന്നതിൽ വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ശ്രേഷ്ഠരായ മാത്തമാറ്റീഷ്യൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ആൻഡ് ഹിസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് വെസ്റ്റേൺ ഫിലോസഫി, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വെസ്റ്റേൺ ഫിലോസഫി, പാശ്ചാത്യ തത്വചിന്തയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അവയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സയൻസ്, മാത്തമാറ്റിക്സ്, ഈ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹി വാസ് സിവിയർലി ക്രിട്ടിസൈസ്ഡ് ഫോർ ഹിസ് വ്യൂസ് ഓൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് സോൾ. ആത്മാവിനെ കുറിച്ചും അതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ വളരെ ശക്തമായ വിമർശനം നേരിട്ട വ്യക്തിയാണ് റെനെ ദെക്കാർത്തെ. ആൻഡ് ഇൻ ദ പ്രിഫേസ് ടു ദ റീഡേഴ്സ് he addresses the objections raised by the critics on the validity of his ideas regarding the existence of God and the soul. He preface to the reader അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻസ് ഓൺ ഇന്ത്യൻ ഫിലോസഫി പ്രിഫേസ് ടു ദ റീഡർ, ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ടെക്സ്റ്റിൽ അദ്ദേഹം ക്രിട്ടിക്സ് ഉന്നയിച്ച ആശയങ്ങൾ, അതായത് ക്രിട്ടിക്സ് അദ്ദേഹത്തെ എതിർത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ദൈവത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചുമുള്ള ആ ആശയങ്ങളാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. ആ വിമർശനത്തിന് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മറുപടിയായിട്ട്, ഉത്തരമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് Descartes argues that his views are against false beliefs that need clarity and certainty. ഡെക്കാർത്തെ പറയുന്നു, ഞാൻ ദൈവത്തെയോ ആത്മാവിനെയോ ഒക്കെ നിശിതമായിട്ട് വിമർശിച്ചതല്ല, മറിച്ച് ഐ ആം അഗെയിൻസ്റ്റ് ഫോൾസ് ബിലീഫ്സ്, തെറ്റായ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അന്ധമായ വിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ആൻഡ് ദീസ് ബിലീഫ്സ് നീഡ് ക്ലാരിറ്റി ആൻഡ് സെർട്ടണിറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ ആത്മാവ് എന്നത് അന്ധമായി വിശ്വസിക്കേണ്ട ഒന്നല്ല, മറിച്ച് അതിനൊരു ക്ലാരിറ്റി വേണം, അതേപോലെ തന്നെ അതിനൊരു സെർട്ടനിറ്റി മീൻസ് ഷുവറിറ്റി, ഒരു ഉറപ്പ് വേണം. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് എന്നാണ് റെനെ ദെക്കാർത്തെ പറയുന്നത്. വർക്ക് ഈസ് സ്ട്രക്ചേർഡ് ആസ് 6 meditations. ഈ കൃതി 6 ചിന്തകളായിട്ടാണ്, 6 തോട്ട്സ് ആയിട്ടാണ്, മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട്സ്, 6 ചിന്തകളായിട്ടാണ് ഈ കൃതി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ബിഗിൻസ് ഇറ്റ് ബൈ ഡൗട്ടിങ് എവറിത്തിങ് ഇൻക്ലൂഡിങ് ദ എവിഡൻസ് ഓഫ് ദി സെൻസസ് ആൻഡ് അൺഡിഫൈനബിൾ ട്രൂത്ത്. ആദ്യമായിട്ട് അദ്ദേഹം തുടങ്ങുന്നത് എല്ലാത്തിനെയും ഒരു സംശയ ദൃക്കോടുകൂടി നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിലാണ് എല്ലാം. അതായത് സെൻസസിന്റെ, നമ്മളുടെ 5 സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങൾ, അവയുടെ നിലനിൽപ്പ്, അതിലൂടെ കിട്ടുന്ന തെളിവുകൾ, അതിനെയൊക്കെ അദ്ദേഹം സംശയത്തോടെ നോക്കുന്നു. അതേപോലെ തന്നെ അൺഡിഫൈനബിൾ ട്രൂത്ത്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, നിർവചിക്കാൻ പറ്റാത്ത ചില സത്യങ്ങളുണ്ട്, അവയെയും അദ്ദേഹം സംശയത്തോടു കൂടി വിശകലനം ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് മെഡിറ്റേഷൻ ഈസ് ടൈറ്റിൽഡ് ആസ് ഓൾ വാട്ട് ക്യാൻ ബി കോൾഡ് ഇൻ ടു ഡൗട്ട്, which questions the reliability of sensory perceptions which cannot deceive anything.
ഇനി ആദ്യത്തെ മെഡിറ്റേഷന്റെ പേര് ഓൺ വാട്ട് ക്യാൻ ബി കോൾഡ് ഇൻ ടു ഡൗട്ട്. നമ്മൾ പറഞ്ഞു ആദ്യത്തേത് ഡൗട്ട് ആണ്. ആ ഒരു സംശയം, എല്ലാത്തിനെയും സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന ആ ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം സെൻസ് അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഒരു വസ്തുതയെ കുറിച്ച് ചോദ്യം ചെയ്തു. ഒരിക്കലും ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ല, പക്ഷെ അതിൽ പോലും നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു എന്ന ആ ഒരു സത്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ആരംഭിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മൾക്ക് കണ്ണിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ സത്യമാണ്. അപ്പോ നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ സന്ധ്യാകുന്ന സമയത്ത്, ചെറിയൊരു ഇരുട്ടുള്ള സമയത്ത് നമ്മളുടെ പറമ്പിൽ നോക്കുകയാണെങ്കിൽ വാഴയുടെ ഇലയോ അല്ലെങ്കിൽ മറ്റു ഇലകളോ ഒക്കെ ആടുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾക്കറിയാം അവിടെ ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ആട്ടം കാണുന്ന സമയത്ത്, ഈ വാഴയില അല്ലെങ്കിൽ മറ്റു ഇലകളൊക്കെ ആടുന്ന സമയത്ത് കുറെ നേരം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് പല രൂപങ്ങളായിട്ട് തോന്നും. ചിലപ്പോൾ അത് പ്രേതമായിട്ട് തോന്നും, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നും. അപ്പൊ അങ്ങനെ പല രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ ഒരു പെർസെപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു റിഫ്ലക്ഷൻ, അതിലൂടെ നമ്മൾക്ക് നമ്മളുടെ സെൻസസിനെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണെന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ നമ്മുടെ കണ്ണിനെ വിശ്വസിക്കണമോ വേണ്ടയോ. അതായത് കണ്ണിലൂടെ നമ്മൾ കാണുന്നതാണ്, പക്ഷേ ആ ഇല ആടുന്നതിനെ നമ്മൾ മനുഷ്യരൂപമായിട്ട് സങ്കല്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സംശയം വരുന്നു. അങ്ങനെയുള്ള സംശയങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആൻഡ് he suggests the possibility of evil, demon or deceiver. ഇവിടെ ഈവിൾ, ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ പ്രേതം, ഭൂതം, പിശാചി എന്നൊക്കെ പറയുന്ന ആ തെളിവുകളൊക്കെ നമ്മൾ ഇവിടെ നിരത്തി കാണിച്ചു കൊടുക്കും. അതായത് അവിടെ ഞാൻ പ്രേതത്തെ കണ്ടു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ അത് കണ്ടു, ഇത് കണ്ടു എന്ന്. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ആ ഒരു അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവുകളൊക്കെ അഗാധമായിട്ടുള്ള മുറിവുകളാണ്. ആൻഡ് ദിസ് കോൺസെപ്റ്റ് ക്യാൻ ക്രിയേറ്റ് ആൻ ഇല്യൂഷൻ ഓഫ് ദി ഔട്ടർ വേൾഡ്. ഈ ഒരു ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കാഴ്ചപ്പാട് ഈ ഒരു പുറം ലോകത്തെ കുറിച്ചൊരു മിഥ്യാധാരണ സൃഷ്ടിക്കും. അതായത് ആ ഒരു സ്ഥലത്ത് പ്രേതമുണ്ട്, അതിലൂടെ പോകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടതാണ്. അപ്പോ ആ സിനിമയിൽ കണ്ട പ്രേതം, ഭൂതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ ആ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പ്രേതത്തെയോ ഭൂതത്തെയോ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു സിനിമ. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രേത, ഭൂത, പിശാചുക്കൾ ഉണ്ടോ എന്ന സംശയം, അതൊക്കെ അന്ധമായ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ചില തൽപരകക്ഷികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച വിശ്വാസങ്ങളായിരിക്കാം അത്. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ മെഡിറ്റേഷൻ. ആൻഡ് ദ സെക്കൻഡ് മെഡിറ്റേഷൻ ഇസ് ഓൺ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇനി രണ്ടാമത്തെ മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു ഓരോ മെഡിറ്റേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ തോട്ട്സ് ആയിട്ടാണ്. ഒന്നാമത്തേത് ഹി ഡൗട്ട്സ് എവരിതിങ്, എല്ലാത്തിനെയും സംശയത്തോടെ കാണുന്നു. രണ്ടാമത്തേത് ഓൺ ദി നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്, മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവം എന്താണ്, അതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി അനലൈസസ് ദ കോൺസെപ്റ്റ് ഐ തിങ്ക് therefore I am. അദ്ദേഹം ഈ ഒരു ഭാഗത്താണ് പറയുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഐ തിങ്ക് therefore I am. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന ആ ഒരു കോട്ട് അദ്ദേഹം ഈ ഭാഗത്താണ് പറയുന്നത്. ആൻഡ് ഹി എസ്റ്റാബ്ലിഷസ് ഹിസ് ഓൺ എക്സിസ്റ്റൻസ് ആസ് എ തിങ്കിങ് നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ പറയുന്നത് ഒരു തിങ്കിങ് ഉള്ള അല്ലെങ്കിൽ ചിന്താഗതി ഉള്ള എന്നാൽ നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തിങ്കിങ് കപ്പാസിറ്റി ഉള്ള നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. എന്താണ് അതിന് പ്രത്യേക ഒരു ഷേപ്പോ കാര്യങ്ങളോ പറയാൻ പറ്റാത്ത ഒന്നാണ്. ആൻഡ് ഹി സീസ് ദാറ്റ് മൈൻഡ് ഈസ് എ പ്യൂർലി തിങ്കിങ് നോൺ എക്സ്റ്റെൻഡഡ് എൻറ്റൈറ്റി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ബോഡി. ശരീരത്തിൽ നിന്ന് വളരെ വിദൂരമായിട്ട് പ്രത്യേകമായ ഒരു നിലനിൽപ്പുള്ള ഒന്നാണ് മനസ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിൻ്റെതായിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പറയാറുണ്ട് മനസ്സിനുള്ള പ്രശ്നങ്ങളാണ് ശരീരത്തെ ബാധിക്കുന്നത്, അല്ലാതെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിനെ ബാധിക്കാറുണ്ട്. അതായത് ഇപ്പൊ എനിക്കൊരു സ്ഥലത്ത് പോകണം എന്നുണ്ട് എങ്കിൽ എന്റെ മനസ്സ് പറയുകയാണ് ഇന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണമാണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തും. അതേസമയം നമ്മളുടെ മനസ്സിന് കഴിയുന്നില്ല, ഇന്ന് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബോഡി എനർജറ്റിക് ആണെങ്കിലും നമ്മളൊന്ന് മടിക്കും.
അപ്പോ ആ മനസ്സിന് അതിൻ്റെതായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, ആ ബോഡിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു പവർ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ തേർഡ് മെഡിറ്റേഷൻ ഈസ് ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇനി മൂന്നാമത്തെ ചിന്ത അല്ലെങ്കിൽ മൂന്നാമത്തെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിലനിൽപ്പ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ആ ഒരു സംഭവമാണ് ഈ തേർഡ് മെഡിറ്റേഷനിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി ക്വസ്റ്റ്യൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് and the idea of God is infinite and so never come from the imperfect mind or finite, and it is a finite idea. ഇത് ഇൻഫിനിറ്റ് ആയ ഒരു സംഭവമാണ്. അതായത് ഗോഡ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തെ പഠിക്കുന്നുണ്ട്. ഗോഡ് ഈസ് ഓംനി പ്രസന്റ്, ഓംനി പൊട്ടന്റ് ആൻഡ് ഓംനീഷ്യന്റ്. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, അതേപോലെ തന്നെ അരൂപിയാണ്, രൂപമില്ലാത്ത, അതേപോലെ തന്നെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വളരെ സർവശക്തനായ ഒരു ഒന്നാണ് ദൈവം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ ദൈവത്തിന് ഒരു രൂപം മനുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഹീസ് ഇംപെർഫെക്റ്റ്. മനുഷ്യൻ അപൂർണനാണ്, ഒരിക്കലും പൂർണ്ണതയില്ലാത്ത ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഈ ഒരു ദൈവത്തിന്റെ ചിത്രം വരുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ എ ബെനവലന്റ് ഗോഡ് നെവർ അലൗ ഹ്യൂമൻസ് ടു ബി ഇൻ ഡേഞ്ചർ. വളരെ ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവം ബെനവലന്റ് ആണ്, മഹാമനസ്കനാണ് ദൈവം. എല്ലാവരോടും കരുണയുള്ള, അതേപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിന് ഒരിക്കലും മനുഷ്യന് വേദനകളെ കൊടുക്കാൻ കഴിയില്ല. അതായത് മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കാണാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കില്ല. മനുഷ്യൻ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം, ദുരിതങ്ങൾ മൂലം, അതേപോലെ തന്നെ സമ്പത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവം മഹാമനസ്കനാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല. അപ്പം ദൈവം എന്ന ശക്തിയെ അവിടെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള ബെനവലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യസ്നേഹിയായ അല്ലെങ്കിൽ മഹാമനസ്കനായ ദൈവം ഒരിക്കലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ല. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും അവിടെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ദ ഫോർത്ത് മെഡിറ്റേഷൻ ഈസ് ഓൺ ട്രൂത്ത് ആൻഡ് എറർ. ഇനി നാലാമത്തെ മെഡിറ്റേഷൻ, നാലാമത്തെ ചിന്ത ഓൺ ട്രൂത്ത് ആൻഡ് എറർ. സത്യം എന്താണ്, മിഥ്യ എന്താണ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം നാലാമതായിട്ട് പറയുന്നത്. ആൻഡ് ഹി ക്വസ്റ്റ്യൻസ് വൈ എറേഴ്സ് അറൈസ് വെൻ ദർ ഈസ് ആൻ എക്സിസ്റ്റൻസ് ഓഫ് ബെനവലന്റ് ഗോഡ്. അദ്ദേഹം നേരത്തെ ചോദിച്ചു തന്നെയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ ലോകത്ത് കള്ളവും ചതിയും ഒക്കെ നിലനിൽക്കുന്നു എങ്കിൽ അവിടെ മഹാമനസ്കനായ ഒരു ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം. അതായത് നമ്മൾ പറയാറുണ്ട് മാവേലിയുടെ നാട്, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവും ചതിയും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ആ ഒരു വെള്ളോളമില്ല പൊളിവചനം, കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് മഹാബലിയുടെ കാലഘട്ടം എന്ന വിശ്വാസം. അതേപോലെ മഹാമനസ്കനായ ഒരു ദൈവമാണ് ഉള്ളത് എങ്കിൽ ഈ ലോകത്ത് കള്ളത്തരങ്ങളോ ചതിയോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യവും നിലനിൽക്കില്ല. അവിടെയും അദ്ദേഹം ആ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ആൻഡ് ഹി ആട്രിബ്യൂട്ട്സ് ഹ്യൂമൻ മിസ്റ്റേക്സ് ടു ദ മിസ്യൂസ് ഓഫ് ദ ഫ്രീ വിൽ. ഇവിടെ അദ്ദേഹം നമ്മളുടെ മനുഷ്യൻ തെറ്റുകളെ അദ്ദേഹം കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഫ്രീ വിൽ, നമ്മളുടെ സ്വതന്ത്ര ചിന്താഗതിയെ മിസ്യൂസ് ചെയ്യുന്നതാണ്. അതായത് തെറ്റിദ്ധാരണകളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ നമ്മളുടെ മനുഷ്യ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ ദൈവം അല്ലെങ്കിൽ അതായത് ചില തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട്, ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം, അങ്ങനെയുള്ള സൃഷ്ടികൾ, അതൊക്കെ മനുഷ്യന്റെ സൃഷ്ടികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് he argues that God grants the ability to judge to human beings yet others occur. അതേപോലെ അദ്ദേഹം പറയുന്നു, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളത് മനുഷ്യന് മാത്രമാണ്, ചിന്താശേഷി, വിവേക ബുദ്ധി ഉള്ളത് മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന് വിവേക ബുദ്ധി ദൈവം കൊടുത്തിട്ട് പോലും ഈ ലോകത്ത് പലവിധ തെറ്റുകൾ നിലനിൽക്കുന്നുവെങ്കിൽ, തെറ്റുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എങ്കിൽ there is a doubt in the existence of God. അതാണ് അദ്ദേഹം ഫോർത്ത് മെഡിറ്റേഷനിൽ പറയുന്നത്. Then the fifth meditation is on the essence of material things. ഇനി ഫിഫ്ത്ത് മെഡിറ്റേഷനിൽ അദ്ദേഹം പറയുന്നത്
ഈ മെറ്റീരിയൽ തിങ്സ് ഭൗതികമായിട്ടുള്ള അന്തസത്ത, ഭൗതിക വസ്തുക്കളുടെ അന്തസത്തയെ കുറിച്ചാണ്, ആ ഒരു എസൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇൻ ദിസ് സെഷൻ ഹി പ്രസൻസ് ontological argument for God's existence, and the existence is necessary attribute of a perfect thing, and it is like the properties of a geometric figure which is inseparable from its essence. അതിലൂടെ അദ്ദേഹം പറയുന്നു, അതായത് ഈ ഒരു ദൈവം എന്ന ആ ഒരു സൃഷ്ടി അത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതേസമയം there exists some power and that power cannot be separated, just like the geometrical figure that cannot be separated from its existence. ഇപ്പം ജോമെട്രിക്കൽ ഫിഗർ നമുക്കറിയാം, ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അത് വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അതിനെ നമ്മൾ സർക്കിളാക്കി മാറ്റുന്നത്. അതേപോലെ there is some power, ഒരു ശക്തി അവിടെയുണ്ട്. ആ ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം. അല്ലാതെ അതിനെ നമുക്ക് ദൈവമെന്ന് വിളിക്കാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങളിൽ അദ്ദേഹം അവിടെ സംശയം പറയുന്നു. ആൻഡ് ദ സിക്സ്ത് മെഡിറ്റേഷൻ ഈസ് ഓൺ ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. ഇനി ആറാമത്തെ മെഡിറ്റേഷനിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. മനസ്സും ശരീരവും തമ്മിലുള്ള വിവേചനം, അതിന്റെ വ്യത്യാസം എന്താണ്? ഡെക്കാർത്തെ asserts that mind is a thinking non-extended substance while the body is an extended non-thinking substance. നേരത്തെ പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറയുന്നത്, മൈൻഡ് ഒരു തിങ്കിങ് സബ്സ്റ്റൻസ് ആണ്, അതേസമയം ബോഡി എന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് പാർട്ട് ഓഫ് ദ മൈൻഡ്. മനസ്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ബോഡി, ആൻഡ് ഇറ്റ് ഈസ് എ നോൺ തിങ്കിങ് സബ്സ്റ്റൻസ്. ഈ ബോഡി എന്നത് നോൺ തിങ്കിങ് സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് നോൺ തിങ്കിങ് എക്സിസ്റ്റൻസ്. ബോഡിക്ക് മൈൻഡ് ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല, അതിന് സ്വന്തമായി ചിന്തിക്കാനോ മറ്റുള്ള കഴിവില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന് കഴിയുന്നില്ല എങ്കിൽ ശരീരത്തിനും കഴിയുന്നില്ല. അതേസമയം ശരീരത്തിന് കഴിയുന്നില്ല എങ്കിലും മനസ്സിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം ചിലപ്പം ദുർബലമാണെങ്കിൽ പോലും മനസ്സ് അതിനുള്ള ശക്തി സംഭരിച്ച് ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ അതിന് ഒരു തിങ്കിങ് പവർ ഉണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് ഇൻഡിപെൻഡൻറ്റ് നേച്ചർ മനസ്സിന്. അതേസമയം ബോഡി എന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ടു ദ മൈൻഡ്, മനസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അതേപോലെ ഇറ്റ് ഹാസ് നോ തിങ്കിങ് കപ്പാസിറ്റി, ശരീരത്തിനൊരു തിങ്കിങ് കപ്പാസിറ്റി ഇല്ല. ആൻഡ് ദിസ് ഡ്യുവലിസം ഈസ് ദ ബേസിസ് ഓഫ് മെറ്റാഫിസിക്സ്. ഈ ഒരു ഡ്യുവൽ നേച്ചറാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉള്ള ഈ ഒരു ഡ്യുവൽ നേച്ചർ, ആ ഒരു ഡ്യുവലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ നേച്ചറാണ്. ആ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് മെറ്റാഫിസിക്സ്. നമുക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത്, മെറ്റാഫിസിക്സ് മീൻസ് ബിയോണ്ട് ഫിസിക്സ്. നമുക്ക് പല കാര്യങ്ങൾക്കും അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയാത്തത് ഇത്തരത്തിലുള്ള ആ ഒരു ബന്ധം കൊണ്ടാണ്. ആൻഡ് ഹി കൺക്ലൂഡ്സ് ദാറ്റ് മറ്റീരിയൽ ഓബ്ജെക്ട്സ് എക്സിസ്റ്റ് ബിക്കോസ് ദർ ഈസ് എ പെർസീവ്ഡ് ക്ലാരിറ്റി. അദ്ദേഹം പറയുന്നു മെറ്റീരിയൽ ഓബ്ജെക്ട്സ് നിലനിൽക്കുന്നത് ബിക്കോസ് ദേ ക്യാൻ ബി പെർസീവ്ഡ് ക്ലിയർലി. ഈ മെറ്റീരിയൽ ഓബ്ജെക്ട്സ്, ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നിലനിൽക്കാൻ കാരണം നമുക്ക് അവയെ കാണാൻ സാധിക്കും, കൃത്യമായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവയെ നമുക്ക് തൊടാൻ സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ മെറ്റീരിയൽ ഓബ്ജക്ട്സ് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതേസമയം ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് അവയെ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്സ്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. അതേപോലെ തന്നെ വാട്ട് ആർ ദി 6 മെഡിറ്റേഷൻസ് ദാറ്റ് ആർ റെഫേർഡ് ഇൻ ദി ചാപ്റ്റർ. ഇതിൽ പറയുന്ന ആ 6 മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദീസ് ചാപ്റ്റർ എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന 6 മെഡിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി മേജർ പോയിന്റ്സ് ദാറ്റ് ദ ക്രിറ്റിക്സ് ക്രിട്ടിസൈസ്ഡ് റെനെ ദെക്കാർത്തെ. റെനെ ദെക്കാർത്തയെ ക്രിട്ടിക്സ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഏതൊക്കെ ഐഡിയാസിന്റെ പേരിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഐഡിയാസ് റിഗാർഡിംഗ് ഗോഡ് ആൻഡ് സോൾ. ആ 2 കാര്യങ്ങളുടെ പേരിലാണ് വിമർശകര് ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചത്. ഇത്രയുമാണ് ഇതിനകത്ത് പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.